ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് വിസരണം എന്താണെന്ന് നോക്കാം. വിസരണം അഥവാ സ്കാറ്ററിംഗ് എന്നാൽ പ്രകാശം അന്തരീക്ഷവായുവിലെ പൊടിപടലത്തിൽ തട്ടിയുണ്ടാകുന്ന ഭാഗികമായ പ്രതിഫലനമാണ്. ആകാശം നീലനിറത്തിൽ കാണപ്പെടാൻ കാരണം പ്രകാശത്തിൻ്റെ വിസരണമാണ്. കടലിൻ്റെ നീലനിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? CV രാമനാണ്. അടുത്തതായി, ഏറ്റവും കൂടുതൽ വിസരണത്തിന് വിധേയമാകുന്ന നിറം ഏതാണ്? വയലറ്റ് ആണ് ഏറ്റവും കൂടുതൽ വിസരണത്തിന് വിധേയമാകുന്ന നിറം. ഏറ്റവും കുറവ് വിസരണത്തിന് വിധേയമാകുന്ന നിറം ഏതാണ്? ചുവപ്പ്. ഏറ്റവും കൂടുതൽ താപം ആഗിരണം ചെയ്യപ്പെടുന്ന നിറം കറുപ്പ്. ഏറ്റവും കുറച്ച് താപം ആഗിരണം ചെയ്യപ്പെടുന്ന നിറം വെള്ള. സമുദ്രജലം നീല നിറമുള്ളതായി തോന്നുന്നത് വിസരണത്താലാണ്. ആകാശത്തിൻ്റെ നീലനിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ലോർഡ് റെയ്ലി. അന്തരീക്ഷവായു ഇല്ലെങ്കിൽ ആകാശത്തിൻ്റെ നിറം കറുപ്പായിരിക്കും. ചന്ദ്രനിലെ ആകാശത്തിൻ്റെ നിറം കറുപ്പാണ്. ചന്ദ്രനിലെ ആകാശത്തിൻ്റെ കറുപ്പ് നിറത്തിന് കാരണം ചന്ദ്രനിൽ അന്തരീക്ഷം ഇല്ലാത്തതിനാൽ പ്രകാശത്തിൻ്റെ വിസരണം സാധ്യമാകുന്നില്ല. അതാണ്. സൂര്യാഘാതം ഉണ്ടാകുവാൻ കാരണമാകുന്ന കിരണമാണ് അൾട്രാവയലറ്റ്. കള്ളനോട്ട് തിരിച്ചറിയുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അൾട്രാവയലറ്റ് കിരണമാണ്. നെയ്യിലെ മായം തിരിച്ചറിയുവാൻ അൾട്രാവയലറ്റ് കിരണമാണ് ഉപയോഗിക്കുന്നത്. സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്യുന്ന അന്തരീക്ഷവായുവിലെ പാളിയാണ് ഓസോൺ പാളി. സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് ഓസോൺ പാളി. ഓസോണിൻ്റെ നിറം ഇളനീലയാണ്. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്നത് അൾട്രാവയലറ്റ് കിരണങ്ങളാണ്. ട്യൂബ് ലൈറ്റിനുള്ളിലെ പ്രകാശകിരണങ്ങളാണ് അൾട്രാവയലറ്റ് കിരണങ്ങൾ. ശരീരത്തിൽ വിറ്റാമിൻ D ഉൽപ്പാദിപ്പിക്കുന്ന പ്രകാശകിരണമാണ് അൾട്രാവയലറ്റ് കിരണം. കോസ്മിക് കിരണങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് വിക്ടർ ഹെസ്. ഓക്കെ, താങ്ക് യു.